ഹലോ, വെൽക്കം ടു ഓപ്പൺ കിച്ചൺ. ഓപ്പൺ കിച്ചൻ്റെ ഇന്നത്തെ യാത്ര മിൻറ്റ് മലബാർ റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇത് തൃശ്ശൂർ ടൗണിൽ ഷൊർണൂർ റോഡിലാണ്. ഇവിടെ നല്ല കുടുക്ക ബിരിയാണിക്ക് കിട്ടുന്ന സ്ഥലമാണ്. എന്തായാലും നമുക്ക് എല്ലാ അകത്തുവരെ ഒന്ന് പരിചയപ്പെടാം. വാ. നമ്മളിന്ന് വളരെ രസകരമായിട്ടുള്ള കുറച്ച് വിഭവങ്ങളിലേക്കാണ് നമ്മുടെ യാത്ര. ഇന്ന് എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് തൃശ്ശൂരിലെ മിൻറ്റ് മലബാർ ഹോട്ടൽ, അതായത് ഞാൻ നിങ്ങളെ ഒരാളെ പരിചയപ്പെടുത്താം. ഇത് മിസ്റ്റർ നിഷാദ്, മിൻറ്റ് ഹോട്ടലിൻ്റെ ഓണറാണ്. നിഷാദ്, എത്ര നാളായി ഇവിടെ ഈ സംരംഭം തുടങ്ങിയിട്ട്? ഇതിപ്പോൾ 7 വർഷമായി. 7 വർഷം. എന്തുകൊണ്ട് ഈ മലബാറിൻ്റെ രുചി തൃശ്ശൂരിൽ കൊണ്ട് ഇറക്കാനുള്ള ഒരു റീസൺ എന്താണ്? അതായത് നമ്മുടെ തൃശ്ശൂരുള്ള പാർട്ട്ണർ ഉണ്ട്, റഷീദ്. ആളാണ് നമ്മളെ കോഴിക്കോട്ട് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ കോഴിക്കോടുകാരാണ്? അതെ, ഫാദർ ഒരു 10-40 വർഷമായിട്ട് കോഴിക്കോട് ഹോട്ടൽ ഫീൽഡ് തന്നെ. ശരി. അപ്പൊ അങ്ങനെ റഷീദ് ഖാനായിട്ടുള്ള ബന്ധത്തിലാണ് തൃശ്ശൂര് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ ആള് പറഞ്ഞു മലബാർ ഫുഡിന് ഭയങ്കര സ്കോപ്പാണ്. അപ്പോൾ ഫസ്റ്റ് എൻട്രി തന്നെ നല്ലൊരു ഇതായിരുന്നു. ഇവിടുത്തെ പല ഫുഡ് ഫെസ്റ്റിലും നമുക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടാറുള്ളത്. പിന്നെ ബിരിയാണി അത്യാവശ്യം പോപ്പുലർ ആണ്. നമ്മളുടെ ഇന്നത്തെ വരവ് വെറുതെ ഇല്ല, കാരണം ഫുഡ് ഫെസ്റ്റിവലിലൊക്കെ പ്രൈസുകൾ വരുന്ന ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ്. അതുകൊണ്ട് നമുക്ക് സംസാരിച്ചിരിക്കുന്നതിന്റെ ഒപ്പം ചെറുതായിട്ട് തുടങ്ങിയല്ലോ. അതെ അതെ. എവിടുത്തെ തുടങ്ങണ്ടേ? നമുക്ക് ഫസ്റ്റ് ബ്രെഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ആയിക്കോട്ടെ. അപ്പൊ അത് നമ്മുടെ സ്പെഷ്യൽ ഐറ്റാണ് താവ പൊറോട്ട. അത് ആട്ടയാണ് ഉപയോഗിക്കുന്നത്. ഫോൾഡ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ഐറ്റാണ്. എന്തായാലും നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഇതിന് ഏത് കറിയാ എടുക്കണ്ടേ? ഫിഷിന്റെ പോളണ്ടൻ. ഫിഷ് പോളണ്ടൻ കോണ്ടി ഫുഡാണ്. ഫിഷ് പോളണ്ടൻ നോക്കൂല്ലേ? ഈ കോണ്ടിനെന്റൽ ഫുഡ് കൊള്ളാൻ കേട്ടോ. എനിക്ക് ബാക്കി വയ്ക്കാനേ തോന്നുന്നില്ല. തവ പൊറോട്ടയായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ ഒരു പ്രത്യേക രുചിയുണ്ട്. സ്പൈസി അല്ല, എന്താ പറയുക, എന്നാൽ ഫിഷിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറിയിട്ടില്ല. ഇതിലധികം വരുന്നത് ക്രീം, പിന്നെ അതുപോലെ ചീസ്, പിന്നെ പാലക്ക്. നമുക്ക് ഗ്രീനിഷ് ആയിട്ടുള്ള എടുക്കാം. ഇത് വെജിറ്റബിൾ ഹരിയാലി. വെജിറ്റബിളിന് തൃശ്ശൂരിലെ ആളുകൾ കൂടുതലുണ്ടാവും. പിന്നെ എന്തായാലും വെജിറ്റബിൾ ഹരിയാലി നമുക്കൊന്ന് പിടിച്ചു നോക്കാം. കൊള്ളാം. ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്, സ്പൈസി അല്ല. കുട്ടികൾക്കൊക്കെ നല്ല രസമായിട്ട് കഴിക്കാം. ചെറിയൊരു എന്താ പറയുക, ഒരു സ്വീറ്റ് ടേസ്റ്റും കൂടി ഉണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കും പ്രായമായിട്ടുള്ളവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടാൻ സാധ്യത കൂടുതലുള്ളൊരു ഐറ്റമാണ്. മട്ടൺ സാഗുവാലയിലേക്കാണ് നമ്മുടെ പോക്ക്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഫാദർ, മദർ, വൈഫ്, 3 പിള്ളേരും. മട്ടൺ സാഗുവാല, അതായത് ചീരയാണ് ഇതിന്റെ പ്രധാന കണ്ടന്റ്. മട്ടൺ കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രധാന കണ്ടന്റ് ചീരയാണ്. അതും പച്ചച്ചീരയാണ് അരച്ച് ചേർക്കുന്നത് അല്ലേ? പച്ചച്ചീര അരച്ച് ചേർത്തിട്ടാണ് ഈ വിഭവം ഉണ്ടാക്കുന്നത്. എന്തായാലും നമുക്ക് ഇവനൊന്ന് പിടിച്ചു നോക്കാം. ഇതും സ്പൈസി അല്ല. നമുക്ക് ചീരയുടെ ഒരു വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്ന ലാഘവത്തോടെ നമുക്ക് മട്ടൺ കഴിക്കാവുന്ന ഒരു സെറ്റപ്പാണുള്ളത്. ഒരു സ്പെഷ്യൽ അനുഭൂതിയാണ് ശരിക്കും ഈ മട്ടൺ കഴിക്കാൻ. നമുക്ക് ആ മട്ടൻ്റെ ആ ഒരു ഇറച്ചിയുടെ ആ ഒരു കുത്തൊന്നുമില്ല. ഒരു എന്താ പറയുക, വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഫുഡ് ഉള്ളതുണ്ട്. അത് ഏത് പ്രായക്കാർക്കും സെലക്ട് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. ഇനി ഏതാ നമുക്ക് പിടിക്കണ്ടേ? ഇനി നമുക്ക് ചിക്കൻ തിരങ്ക.
തിരങ്ക. മൂന്ന് ഗ്രേവിയും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. 3 ഗ്രേവിയും കൂടെ. ഏതൊക്കെയാണ് ഗ്രേവി ഉള്ളത്? യെല്ലോ ഗ്രേവി, ബട്ടർ ഗ്രേവി, പിന്നെ ഈ ചീര ചോപ്പ് ചെയ്ത്. ഓക്കെ, ശരീരത്തിന് നല്ലതല്ലേ? വളരെ നല്ലതാണ്. യെല്ലോ ഗ്രേവി ഉണ്ട്, ബട്ടർ ഗ്രേവി ഉണ്ട്, പിന്നെ ചീര ചോപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ നമ്മൾ ഫസ്റ്റ് അതിൻ്റെ മുകളിലെ ചിക്കൻ വയ്ക്കുക, എന്നിട്ട് ഈ 2 ഗ്രേവി മുകളിൽ വരും. യെല്ലോ ഗ്രേവിയും ബട്ടർ ഗ്രേവിയും. ഓക്കെ, പിന്നെ കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, കച്ചുവണ്ടി ഉണ്ട്, കിസ്മിസ് ഉണ്ട്, അങ്ങനെ കുറേ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. എന്തായാലും ആദ്യം ഗ്രേവി നോക്കണം അല്ലേ? ഈ 3 ഗ്രേവിയും ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാനാണ് നിഷാദ് പറയുന്നത്. ശരി കേട്ടോ. അത് 3 ഗ്രേവി 3 ടേസ്റ്റാണ്. 3 ടേസ്റ്റ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ നാവില് രുചിയുടെ ഒരു വിസ്ഫോടനം നടക്കും ചുരുങ്ങിയ സമയം കൊണ്ട്. കാരണം പല പല ടേസ്റ്റുകൾ ഒരുമിച്ച് ചെല്ലുമ്പോഴേ നമുക്ക് ഏതാണ് ടേസ്റ്റ്, ഏതാണ് ഇന്ന ടേസ്റ്റാണോ ഇന്ന ടേസ്റ്റാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അനുഭവം നമ്മുടെ നാവിലുണ്ടാക്കി തരും. പിന്നെ ഈ തന്തൂർ മിക്സ് ചെയ്ത് കഴിക്കാം. തന്തൂർ മിക്സ് ചെയ്ത് കഴിക്കണം. തന്തൂർ മിക്സ് ചെയ്ത് കഴിക്കുക. രസമായിട്ടുണ്ടോ? ചിക്കൻ നാരിയൽ വാല. ആഹാ, തകർത്തു വരി. സംഭവം ചിക്കൻ നാരിയൽ വാല പൊളിച്ചിട്ട് രണ്ടാമത്തെ കഷ്ണത്തിൽ തന്നില്ലേ. നമ്മുടെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഐറ്റം, ഒരു ചീഫ് ഗസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അദ്ദേഹം നമ്മൾ ഇത്രയും നേരം മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് മുഖം വീർപ്പിച്ചിരിക്കുകയാണ്. കണ്ടായിരുന്ന? ഇനി ഒട്ടും വൈകുന്നില്ല, എടുക്കുവാണ്. ഇതിന്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, ശരിക്ക് നമ്മളിങ്ങോട്ട് കോരി തെരിപ്പിക്കും. അതായത് ഭക്ഷണപ്രിയരായിട്ടുള്ള ആളുകളൊക്കെ കോരി തെരിപ്പിക്കുന്നൊരു സ്മെല്ലാണ്. ഇവനെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്? ഇവനെ നമ്മൾ പിന്നെ ഇതിൻ്റെ ഗ്രേവി ആദ്യം റെഡിയാക്കും. ഓക്കെ, ബോൺലെസ് ചിക്കനാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബസ്മതി റൈസ്, നല്ല ഒരു ക്വാളിറ്റി ഉള്ളൊരു റൈസ്, ഇന്ത്യ ഗേറ്റ് എന്ന് പറയും. ഇന്ത്യ ഗേറ്റ്. അതിൽ അത് ശരിക്കും കൈകാര്യം ചെയ്യണം, എന്നാലേ അതിൻ്റെ ബോയിലിങ്ങും കറക്റ്റെല്ലാം നോക്കി. പിന്നെ നമ്മൾ ഫസ്റ്റ് കുറച്ച് റൈസ് ഇടും, പിന്നെ മസാല. അപ്പം അടിയിലായിരിക്കും ഇതിൻ്റെ മസാല, അതങ്ങനെ ഇളക്കിയെടുക്കണം. പിന്നെ മുകളിൽ റൈസ് വരും, പിന്നെ ഒരു എഗ്ഗ് വരും. പിന്നെ നമ്മൾ തന്തൂറടുപ്പിൽ പിന്നെ വയ്ക്കും ഒരു 10-20 മിനിറ്റ്. നല്ല ചൂടോടുകൂടി ബിരിയാണി കഴിക്കുക, അതും നമ്മൾ തന്നെ ദം പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സുഖമുള്ള കാര്യമാണ്. ആഹാ, നല്ല രസമുള്ള, എന്താ പറയുക, വീണ്ടും വീണ്ടും കഴിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ടേസ്റ്റാണ്. എന്താ വെച്ചാൽ അധികം ഓയിലി അല്ല, അതൊന്നാമത്തെ കാര്യം. ഹെൽത്തിനധികം ദോഷം ഉണ്ടാക്കുന്നില്ല. അതുപോലെ ഇതിനകത്തുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും റൈസിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ചിക്കൻ ബോൺലെസ് ആണ്, അതുകൊണ്ട് പ്രായമായവർക്കും ധൈര്യമായിട്ട് കൈവയ്ക്കാം. വീട്ടിൽ ഇത് കഴിക്കണം എന്ന് തോന്നുന്നവർക്കാണെങ്കിൽ ഇത് അങ്ങനെ തന്നെ ചൂടോടുകൂടി പാത്രം തരും. പക്ഷെ പാത്രം തിരിച്ച് കൊടുത്താൽ അത് വേണമെങ്കിൽ റീഫണ്ട് ചെയ്യുകയും ചെയ്യും. നല്ല സിസ്റ്റമാണ്, നല്ല ഒന്നാം തരം ബിരിയാണിയാണ്. എന്തായാലും ഇത്രയും സംഭവങ്ങൾ കഴിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഇതിലേക്ക് ചുറ്റിക്കറങ്ങി വരുമ്പോൾ, തൃശ്ശൂരൊക്കെ വരുമ്പോൾ മിൻറ്റ് മലബാറിൽ വന്നിട്ട് നല്ല ബിരിയാണിയാണ്, ഇതുപോലെ രസമുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ ടേസ്റ്റ് ചെയ്യുക, എൻജോയ് ചെയ്യുക, ഫുഡ് എൻജോയ് ചെയ്യുക, ലൈഫ് എൻജോയ് ചെയ്യുക. അടുത്ത് നമുക്കൊരു കോക്ടെയിലിലേക്ക് പോവാം.
ഇതിനകത്ത് ഏതൊക്കെയാ ആഡ് ചെയ്തേക്കുന്നത്? ഇതിനകത്ത് എല്ലാം മിക്സ് ആണ്. ഏതൊക്കെ പിന്നെ ഫ്ലവേഴ്സ് ഓറഞ്ച് ഉണ്ട്, പൈനാപ്പിള്, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള സാധനം. ഈ സ്ട്രോ എല്ലാ ലെയറുകളിൽ കൂടെ ട്രാവൽ ചെയ്ത് എല്ലാ ടേസ്റ്റും വന്നിട്ടുണ്ട്. എന്തായാലും നിഷാദേ, നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് റെസിപ്പി വേണം. ഓക്കെ, എന്താണ് നിങ്ങളുടെ റെസിപ്പി നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? നമുക്കൊരു മിന്റ് സ്പെഷ്യൽ ഒരു ഐറ്റം തരാം. അതെ, എന്താണ് സംഭവം? നമുക്ക് അവിടെ വെച്ച് കാണാം. അതെ, സസ്പെൻസ് സസ്പെൻസ് സസ്പെൻസ്. എന്തായാലും നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ, നമ്മൾ സസ്പെൻസ് പൊട്ടിക്കുകയാണ്. അതായത് മിന്റ് സ്പെഷ്യൽ എന്താണ് പൈസ? മിന്റ് സ്പെഷ്യൽ സ്പെഷ്യൽ മലബാർ പ്രോൺസ് കറി. മിന്റ് സ്പെഷ്യൽ മലബാർ പ്രോൺസ് കറി. ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയാണ്. ഇദ്ദേഹം മിന്റിലെ ഷെഫാണ്. പേരൊന്ന് പറയാമോ? അസ്ലാം. അസ്ലാം. അസ്ലാം വലൈക്കും. അല്ലേ? അസ്ലാം ഭായി. അപ്പൊ പൈസ നമുക്ക് തുടങ്ങല്ലേ? ആദ്യം തന്നെ വെളിച്ചെണ്ണ ആയിരിക്കും അല്ലേ? മുഴുവൻ ഒഴിക്കാവോ? എന്തൊരു വേണം? മതിയോ? മതി മതി. ഓക്കെ, ഞാനിത് ഇടയ്ക്ക് ഇദ്ദേഹത്തിന്റെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിൽക്കുന്ന ഒരു പ്രതീതിയാണ് എനിക്കുള്ളത്. സ്ഥലം UP അല്ലേ? ഒറീസ. അതായത് ഒറീസയിൽ നിന്ന് വന്ന് തൃശ്ശൂരിലുള്ള ആളുകൾക്ക് രുചിയുടെ എന്താ പറയുക ആ ഒരു ഇതങ്ങോട്ട് കൊടുക്കുവാണ്. ഏത്? ഒറീസ അല്ലേ? എത്ര നാളായി കേരളത്തില്? 25 വർഷം. അപ്പൊ മലയാളിയായി. നാട്ടിൽ പോറുണ്ടോ? പോവാൻ സമയമില്ല. നാടൊക്കെ വിട്ടു. ലീവ് കൊടുക്കുന്നില്ല. അത് എന്നാ ചൂടായി തോന്നുന്നു. ഇനി ഏതായിട്ടുണ്ട്? ഇഞ്ചി. കറിവേപ്പില. നമ്മൾ എത്ര കിലോ ചെമ്മീനാണ് ശരിയാക്കുന്നത്? 600 ഗ്രാം പ്രോൺസ് ആണ് നമ്മൾ റെഡിയാക്കുന്നത്. ഇനി അടുത്തത് ഏതാ? പെരുംജീരകം. എത്ര സ്പൂൺ? 2 സ്പൂൺ പെരുംജീരകം. നമ്മള് ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, കറിവേപ്പില ഇട്ടു, അതിനുശേഷം പെരുംജീരകം ഇട്ടു. നന്നായിട്ട് അത് വാടണം. വറ്റൽമുളക് ഞെട്ട് കളഞ്ഞത്, ആ വെളുത്തുള്ളിയും ഇഞ്ചിയും വറ്റൽമുളകും ഒക്കെ വെളിച്ചെണ്ണയിൽ വീണപ്പോഴേ നല്ല രസമുള്ള മണം അല്ലേ? നോക്കട്ടെ. ഇത് എത്ര സവാള ഉണ്ടാവും ഭായി? ഫുള്ള് വേണ്ട. ഇത് എത്ര സവാള നമ്മൾ എടുത്തുണ്ടാവും? 300 ഗ്രാം. അതെയാ, 300 ഗ്രാം സവാള. സവാള നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ചെമ്മീനിന്റെ സമയമായി അല്ലേ? പ്രോൺസ് ഇടാം. പ്രോൺസ് ആദ്യം തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഉപ്പും മഞ്ഞപ്പൊടിയും കറിവേപ്പിലയും ഇട്ട് ഹാഫ് ബോയിൽഡ് ആക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ സോർട്ട് ചെയ്തിട്ടുള്ള ഈ സവോളയും ബാക്കിയുള്ളതിലേക്ക് മസാലയിലേക്ക് നമ്മൾ ഇട്ടേക്കുവാണ്. ഉപ്പ് പാകത്തിന്, മല്ലിപ്പൊടി, മുളക് പൊടി, വറ്റൽമുളക് നമ്മൾ ഇട്ടു. അത് കൂടാതെ 3 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടു. മല്ലിപ്പൊടി 3 സ്പൂൺ അല്ലേ? 3 സ്പൂൺ മല്ലിപ്പൊടി. കസ്തൂരി മെത്തി. എന്താ? കസ്തൂരി മെത്തി. കസ്തൂരി മെത്തി. കസ്തൂരി മെത്തി. കസ്തൂരി മെത്തി. ഇതിന്റെ മലയാളം എനിക്ക് അറിഞ്ഞൂടാ, സോറി. കസ്തൂരി മെത്തി ഇട്ടു. ഒരു 2 സ്പൂണ്. തക്കാളി പകുതി, അതായത് ഒരു 3 തക്കാളി. കോക്കനട്ട് മിൽക്ക് പൗഡർ എത്ര സ്പൂൺ വേണം?
5 സ്പൂൺ. 5 സ്പൂൺ. 5 സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ. ബോയിൽ ആവാനായിട്ട് കുറച്ച് വെള്ളം, ഏകദേശം 1 ലിറ്റർ വെള്ളം. ഇത് നന്നായിട്ട് തിളയ്ക്കണം അല്ലേ? നല്ല രസമുള്ള സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ കോക്കനട്ട് മിൽക്ക് പൗഡറൊക്കെ ഇട്ടപ്പോൾ എന്താണെന്നറിയാൻ പാടില്ല, ഒരു പ്രത്യേക സുഖമുള്ള മണം. ബാക്കി കിട്ടണല്ലേ? കോക്കനട്ട് മിൽക്കാണ്. എത്ര ഒഴിക്കണം? അത് ഫുള്ള്. ഫുൾ ഒഴിക്കണം. ഇത് ഒരു തേങ്ങയുടെ ആണോ? ഒരു തേങ്ങയുടെ പാല്. ഷുഗർ വേണം. 1.5. 1.5 സ്പൂൺ ഷുഗർ. കോക്കനട്ട് പൗഡറാണ്. നേരത്തെ കോക്കനട്ട് മിൽക്ക് പൗഡർ ആയിരുന്നു, ഇത് കോക്കനട്ട് പൗഡർ ഡ്രൈ ആക്കിയത്. എത്ര വേണം? കുറച്ചും കൂടെ. ഇത് തേങ്ങയുടെ 3 ഐറ്റംസ് ആണ് ചേർത്തപ്പോൾ നമ്മൾ കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്തു, കോക്കനട്ട് ഡ്രൈ പൗഡർ ചേർത്തു, പിന്നെ കോക്കനട്ട് മിൽക്ക് ചേർത്തു. മല്ലിയില അരിഞ്ഞതാണ്. എത്ര വേണം? കുറച്ചും കൂടെ. പുതിന. നിങ്ങൾ റെസ്റ്റോറൻറ്റിൻ്റെ പേരാണല്ലോ. ഇനി നമ്മളെ കറി റെഡിയായി. കറി റെഡി.